നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 29-ാം തീയതി 1201-ാം ആണ്ട് ചിങ്ങമാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം നക്ഷത്രങ്ങളിൽ വച്ച് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, അതായത് ശുഭദിനം, ശുഭനക്ഷത്രം. അപ്പോൾ ഈ രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമാണ്. എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്ക് ഇന്നത്തെ ദിവസം എടുക്കാം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന്. നമുക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ നോക്കാം. ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ, ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി, അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ദാമ്പത്യ ജീവിതത്തിൽ പുരോഗതി. ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടും. ഭർത്താവിന് പുരോഗതി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിന് പുരോഗതി ഉണ്ടാവാം. ഭാര്യയും ഭർത്താവുമായിട്ട് അകന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നവർക്ക് ഒന്നിച്ച് വരാൻ അനുകൂലപ്രദമായ അവസ്ഥ. മക്കളുടെ കല്യാണം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന പേരൻസിന് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു വർഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു വർഷത്തെ വിനിയോഗിക്കണം. ഓരോന്നും നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം വരുന്നത് 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാഹുകാല സമയം 10:54 തുടങ്ങും. ശരിക്ക് 12:25 വരെ രാഹുകാല സമയമുണ്ട്. 12 മണിക്ക് തീരില്ല. 25 മിനിറ്റോളം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രാഹുകാല സമയം ഓരോ കാര്യങ്ങൾക്ക്, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. യമകണ്ഠനും ഗുളികനുമായിട്ട് 3 മണിക്കൂറോളം സമയം 24 മണിക്കൂറിൽ അവർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഗുളികകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:22 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:29 തൊട്ട് 5 മണി വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ്. ഇല്ലെങ്കിൽ തന്നെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:01 തൊട്ട് 12:49 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഇന്ന് ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.